പോലും ചെയ്യാതെ സബ്ജക്ട് കമ്മിറ്റി കൂടാതെ ബെക്കാടി കമ്പനിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ. നമസ്കാരം. താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച അറിയൂ എന്ന് പണ്ടുള്ളവർ പറയുന്നത് എത്ര ശരിയാണ്. പരിചാരകരും ഏറാൻമൂളികളും ചുറ്റും നിൽക്കുമ്പോൾ ആർക്കായാലും അല്പം തളർച്ചയും ക്ഷീണവും തനിയെ തോന്നും. കഞ്ഞി കുടിച്ച് കിടന്നാൽ മീശ തുടയ്ക്കാൻ ആൾ വേണം. നീട്ടിത്തുപ്പിയാൽ ആയാസം കൂടുമെന്നതുകൊണ്ട് തുപ്പക്കോളാമ്പി പിടിക്കാൻ ആൾ വേണം. തട്ടി വീഴും മുമ്പേ കയറി പിടിക്കാൻ രണ്ടാൾ കൂടെ വേണം. പുറം ചൊറിഞ്ഞു കൊടുക്കാൻ ആൾ, കുടിവെള്ളം അടച്ചു വയ്ക്കാൻ ആൾ, എടുത്തു കൊടുക്കാൻ ആൾ, ചുവന്ന കാർപ്പറ്റുകളിലൂടെ നടക്കുമ്പോൾ ലൈറ്റ് അടിച്ചു കൊടുക്കാൻ ആൾ, ഒരു കവച്ചാമ്പാട് നടക്കാതിരിക്കാൻ മതിൽ പൊളിച്ച് അങ്ങ് വേദിയിൽ ചെല്ലുമായിരുന്നു. 1.5 അടി പടി ഇറങ്ങാൻ ലിഫ്റ്റ്, കയറാൻ ലിഫ്റ്റ്. പനി വന്നാൽ അമേരിക്ക, പുറത്തെ പള്ളിയുറക്കത്തിന് ഒറ്റ രാത്രിക്ക് 2.5 ലക്ഷം. പൗരപ്രമുഖരും മുതലാളിമാരും കൂടെ ഇല്ലെങ്കിൽ ഉച്ചയൂണ് ഇറങ്ങില്ല. ഭാര്യയും മകനും കൊച്ചുമോനുമില്ലാതെ എങ്ങും പോകില്ല. അങ്ങനെയൊക്കെ പരബ്രഹ്മത്തിൽ അലിഞ്ഞു ചേർന്ന പരമാനന്ദം പോലെ ജീവിച്ചു വന്ന ഒരു മനുഷ്യൻ വരുന്ന വരവ് കണ്ടോ? പോലും ചെയ്യാതെ സബ്ജക്ട് കമ്മിറ്റി കൂടാതെ ബെക്കാടി കമ്പനിക്ക് കൊള്ളലാഭം ഉണ്ടാക്കാൻ. സഭയിൽ ഭരണപക്ഷത്തിൻ്റെ കൂവലും കഞ്ഞിയും എല്ലാം ഏറ്റുവാങ്ങി. വി.ഡി. സതീശന് മുമ്പിൽ നാക്ക് തൊണ്ടയ്ക്കുടയ്ക്കിയ നിലയിൽ കണ്ണുമിഴിച്ച് ഇരുന്നിട്ടുള്ള വരവാണ്. ഇവരിവിടെ പറയുന്ന നാണക്കേടൊക്കെ കേൾക്കാൻ എന്തിനാ നമ്മളിവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് പിണറായി വിജയനെ തോണ്ടി വിളിച്ച് എഴുന്നേൽപ്പിച്ചതിന് ശേഷമുള്ള ബഹിഷ്കരണ പരിപാടിയാണ് ഈ കാണുന്നത്. നോക്കൂ, എത്രയെത്ര പടികളിറങ്ങിയാണ് പിണറായി വിജയൻ തൻ്റെ ശുഷ്കിച്ച സൈന്യത്തെയും കൊണ്ട് ഇറങ്ങി വരുന്നത്. നിയമസഭയിലേക്ക് കയറണമെങ്കിലും ഇറങ്ങണമെങ്കിലും 10-35 പടിയെങ്കിലും ഉണ്ട്. ആ പടി ഇറങ്ങി താഴെ വന്ന ശേഷം പിന്നെയും കുറച്ചു ദൂരം നടന്നാലേ പ്രധാന ഗേറ്റിൻ്റെ അരികിലെത്തുകയുള്ളൂ. ഈ പിണറായി വിജയനാണ് ഒരു തുള്ളി പോലും നടക്കാൻ കഴിയാത്ത തരത്തിൽ നവകേരള ബസ്സിൽ കയറി വേദിയുടെ തൊട്ട് മുമ്പിൽ ചെന്നത്. നിയമസഭയിലെ ഇത്രയും പടികൾ കയറാനും ഇറങ്ങാനും യാതൊരു പ്രയാസവും ഇപ്പോൾ തോന്നാത്ത ആളിന് എന്തിനായിരുന്നു പിന്നെ 1.5 അടി കാലൊന്ന് താഴ്ത്തി വയ്ക്കാൻ ലിഫ്റ്റ് ഉണ്ടാക്കിയത്? പണവും അധികാരവും കണ്ടപ്പോഴുള്ള ആർത്തി കൊണ്ടാണ് ഈ മനുഷ്യൻ ഭ്രാന്തടിച്ച് ഇത്രയൊക്കെ ആർഭാടം നടത്തിയത്. സ്വന്തം തല നാടുനീളെ പ്രദർശിപ്പിക്കാൻ സംസ്ഥാന ഖജനാവിൻ്റെ എത്ര കോടി തുലച്ച മനുഷ്യനാണ് ഇപ്പോഴിങ്ങനെ നടന്ന് തേമ്പി ചമ്മി നാറി ഇറങ്ങി വരുന്നത്? പോലും ചെയ്യാതെ സബ്ജക്ട് കമ്മിറ്റി കേരളത്തിൻ താൽപര്യത്തെ സമ്മതിക്കില്ല. വിശ്വവിഖ്യാതമായ മൂക്കൊന്ന് വിറച്ചപ്പോഴൊക്കെ നാട് നടുങ്ങി വിറയ്ക്കുകയായിരുന്നു. ഭയമെന്ന 2 അക്ഷരം അതിൻ്റെ കരാള രൂപമെടുത്ത് മനുഷ്യരെ ഭയപ്പെടുത്തിയിരുന്ന കാലം. അടുത്തു നിന്നാൽ കരിഞ്ഞു പോകുമെന്ന് കരുതി ഒരാളും ആ കൈപ്പാടകലത്തിൽ ചെന്നിട്ടുണ്ടായിരുന്നില്ല. ധനമന്ത്രി പോലും മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇരുന്നിട്ടില്ല. ഇപ്പോൾ ദേ സഭയിൽ നാക്കും മേലെണ്ണാക്കിലൊട്ടിയ നിലയിലിരിക്കുന്ന പിണറായി വിജയനെ തോണ്ട് വിളിച്ച് എന്തോന്നിനിരിക്കുവാ ഇതൊക്കെ കേട്ട് ഇറങ്ങിപ്പോകാമെന്ന് പറയുന്ന അവസ്ഥയിലെത്തി ബാലഗോപാൽ. സാർ ഇല്ലാത്ത കാര്യം പറഞ്ഞു. രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെ പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പിണറായി വിജയനെ തോണ്ടി വിളിച്ച് നമുക്ക് ഇറങ്ങിപ്പോകാമെന്ന് പറയാൻ ഒരു കാരണമുണ്ടായി. ഇടുക്കി കുഞ്ചിത്തണ്ണിയിൽ ഒരു നെറുകേട് മണിയനുണ്ട്. അയാൾ വനം മന്ത്രി ഷിബു ബേബി ജോണിനെ പറ്റി പറയാത്ത നെറുകേടുകളില്ല. ഷിബു കടപ്പുറത്ത് കിടക്കുന്നവനാണ്, അയാൾക്ക് വനത്തെപ്പറ്റി ഒരു കുന്തവും അറിയില്ല എന്നൊക്കെ പറഞ്ഞ് പരമാവധി ആക്ഷേപിച്ചു. ഇത് കേട്ടാൽ തോന്നും ഇപ്പോഴാണല്ലോ ഇടുക്കിയിൽ വന്യമൃഗങ്ങൾ നാടിറങ്ങി തുടങ്ങിയത്. മറ്റേ പിണറായി വിജയനെ ഭയന്ന് ഒരൊറ്റ എണ്ണം പുറത്തേക്ക് വരില്ലായിരുന്നു. CPM-ൻ്റെ ഒരു മുതിർന്ന നേതാവ് തന്നെപ്പറ്റി വേണ്ടാധീനം പറഞ്ഞുവെന്ന് ഷിബു ബേബി ജോൺ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്നെ കുറിച്ച് ഈ 17-ാം ദിവസത്തിൽ ഒരു CPM-ന്റെ നേതാവ് പറഞ്ഞ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. സാറേ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു സംഭവമില്ലെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് CPM-ൻ്റെ പുന്നാര നേതാക്കളെ അപകീർത്തിപ്പെടുത്തുകയാണെന്നുമായി ബാലഗോപാൽ. ഈ വെടിമണിയൻ പറഞ്ഞതെല്ലാം ജനം കേട്ടതാണ്. പക്ഷേ KN ബാലഗോപാൽ മാത്രം കേട്ടില്ല. അയാൾക്ക് ഇത് വല്ലതും അറിയാവോ? അയാൾ കടപ്പുറത്ത് അവിടെ യുവാനവും ഇവിടുത്തെ വന്യജീവി എന്ന് പറഞ്ഞാൽ അയാൾക്ക് അറിയത്തില്ല മനുഷ്യനാണോ മൃഗമാണോ എന്തുകൊണ്ടോ ആണെന്ന് അറിയാൻ പറ്റില്ല. എന്നിട്ട് പിന്നെ എന്നാ ചരിച്ചോണ്ടിരിക്കുകയായിരുന്നു ഇവര്. ജനങ്ങളുടെ വിചാരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പറ്റുന്നവരാകണമായിരുന്നു. അന്തവും കുന്തവും ഇല്ലാത്തവന്മാരെയൊക്കെ കൊണ്ട് ഈ മന്ത്രിയാക്കിയിട്ട് പിന്നെ അയാൾ വിവരക്കേട്ട് പറഞ്ഞെന്നാ എന്നാ പറയാനാ? തോറ്റു തുന്നമ്പാടി ഇടുക്കിയിലെ പ്രതാപമെല്ലാം നശിച്ച്
വീട്ടിലിരിക്കുന്ന നെറുകേട് മണിക്ക് വേണ്ടിയാണ് അന്ന് പിണറായി വിജയനെ കുത്തിയിളക്കി ബഹിഷ്കരണമെന്നത് ഓർക്കേണ്ടതുണ്ട്. 247 കോടി രൂപ മുടക്കി സ്വന്തം മോന്ത നാടക പ്രദർശിപ്പിച്ച മഹാപ്രതാപിയാണ് ഇറങ്ങി വരുന്നത്. ഇപ്പോഴിതാ വിമാനങ്ങൾ പോലും ഈ മനുഷ്യനെ മറന്നു വെച്ചിട്ട് പോവുകയാണ്. കണ്ണൂർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞത് പിണറായി വിജയൻ്റെ വാലാകേണ്ട ഗതികേടിലായിരുന്നു കഴിഞ്ഞ 10 വർഷം ഡിവൈഎഫ്ഐ എന്നായിരുന്നു. ഇനി മകൾക്കൊപ്പം മരുമകനെ കൂടി ഈട് ചോദ്യം ചെയ്താൽ ആ ജാമാതാവും ഇസ്പയുടെ 7ാം കൂലിയാകും. 34 പേരടങ്ങുന്ന ശുഷ്കിച്ച സൈന്യത്തിന് ഒപ്പമിറങ്ങി വരുന്ന ഈ പിണറായി വിജയൻ ഒന്ന് കാല് വെച്ച് വീഴാൻ പോയാൽ ആര് താങ്ങും? ആരു താങ്ങുമിന്നാരു താങ്ങുമിൻ നാലക്കണ്ടി വിജയനെ. സത്യത്തിൽ ആരുമില്ല താങ്ങാൻ. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പിണറായി വിജയൻ ഒരു മുഖഭാവം കണ്ട് ദണ്ണം തോന്നി. തറവാട് കുളം തോണ്ടാൻ കാരണക്കാരനായ കാരണവരെ അനന്തരവന്മാർ പുല്ലുപോലും വകവെക്കില്ല എന്നതിൻ്റെ തെളിവായിരുന്നു ആ ദൃശ്യം. എന്തു ചെയ്യണമെന്നറിയാതെ ബാലഗോപാലനെ തന്നെ നോക്കിയിരുന്നു പോയി പിണറായി. പ്രതിപക്ഷം എപ്പോൾ സഭ വിട്ടിറങ്ങണമെന്ന് തീരുമാനിക്കുന്നത് പ്രതിപക്ഷ നേതാവല്ല, തൊട്ടടുത്തിരിക്കുന്ന ബാലഗോപാൽ തോണ്ടി വിളിക്കും, അപ്പോഴിറങ്ങി പോക്കോണം. പ്രതിപക്ഷ നേതാവ് ബഹിഷ്കരണം പ്രഖ്യാപിച്ച് ഇറങ്ങിപ്പോയാലും CPI നേതാവായ ഉരപ്പ് രാജൻ സ്വന്തം നിലയ്ക്കും ഒരു ബഹിഷ്കരണ പ്രസംഗമുണ്ട്. കൂഞ്ഞു വലിച്ച ഈ 2 ഇടതു പാർട്ടികളും തമ്മിൽ ഇപ്പോഴും ഒരു കാര്യത്തിലും സമവായത്തിൽ എത്തിയിട്ടില്ല. പാർലമെൻ്ററി പാർട്ടി യോഗങ്ങളൊന്നും ഇതുവരെ ചേർന്നിട്ടില്ല. അങ്ങനെ ചേർന്നാൽ മറ്റവന്മാർ ഉപനേതാവിൻ്റെ സ്ഥാനം ചോദിക്കും. ഇടതുപക്ഷത്ത് 35 MLA-മാരാണല്ലോ ഉള്ളത്. സഭ വിട്ടിറങ്ങുമ്പോൾ ഒന്ന് ഉറക്കെ ഉശിരോടെ മുദ്രാവാക്യം വിളിച്ചു കൊടുത്ത് ഇറങ്ങി വരാനുള്ള കഴകത്തുള്ളവന്മാർ പോലും കൂടെയില്ല. കാരായി രാജനും മെയ്തീനും ജനീഷും സനോജുമൊക്കെ കൂട്ടത്തിൽ എവിടെയോ ഉണ്ട്. അമ്മായിയപ്പനേക്കാൾ 2 അടി മുമ്പിൽ കയറിയാണ് ഇപ്പോൾ മരുമകൻ റിയാസിൻ്റെ നടപ്പ്. റിയാസിൻ്റെ നടപ്പിൻ്റെ ശൈലി ഒന്ന് നോക്കുമ്പോഴറിയാം ശരിക്കും പിണറായി വിജയനെ അനുകരിക്കുകയാണ് അദ്ദേഹം. ഭരണമുള്ള കാലത്ത് ഇങ്ങനെ അനുകരിച്ചാൽ കാണാൻ രസമുണ്ടായിരുന്നു. പുതിയ സർക്കാരിന് ശ്വാസം വിടാൻ സമയം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം സമരം തുടങ്ങിയത്, സഭയ്ക്കകത്തും പുറത്തും. എന്നാൽ അകത്ത് ഇരുന്ന് വാങ്ങുന്നു, പുറത്ത് എരന്ന് വാങ്ങുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഈ പാർട്ടിയുടെ അവസ്ഥ.